നിങ്ങൾ എന്താ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞ്? കുത്തിബത്ത് റാത്തീബാണ്. വെട്ടുംകുത്ത് റാത്തീബ് ഇവിടെ ഭീമപള്ളിയിൽ. ഇപ്പോൾ ഈ ഉറൂസ് ഉണ്ടായിരുന്നില്ല, അതിനെല്ലാം നിങ്ങളെ വെട്ടുംകുത്ത് റാത്തീബ് നടത്തിയത്? ഞങ്ങൾ ആലപ്പുഴക്കാരാണ്. നിങ്ങളിപ്പോൾ വെള്ളം അടിച്ചിട്ടുണ്ടോ? അതുണ്ടെങ്കിൽ അവിടെ പറ്റുള്ളൂ. വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടാണ് വെട്ടുംകുത്ത് റാത്തീബ് നടത്തുന്നത്. ഇത് ഏത് ഇസ്ലാമാ? ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മിനിറ്റ്, കള്ള് കുടിക്കുന്നത് ഹറാമാണെന്ന് എനിക്കറിയും. ഇത് പള്ളിനുള്ളിലാണ് വെട്ടുംകുത്ത് റാത്തീബ് നടത്തുന്നത്, അതും ഹറാമാണ്, മൊത്തത്തിൽ ഹറാമ്. എന്നിട്ട് മുസ്ലിങ്ങളും മറ്റ് ജനങ്ങളും എല്ലാം അങ്ങോട്ട് ഒഴുകുക. ഇത് ഏത് മതം? ഇത് ഏത് ഇസ്ലാം? ഞാൻ എന്നെ കൊണ്ട് മാറാൻ പറ്റും. ഇപ്പം നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആ ജോലി, അള്ളാഹു നിങ്ങൾക്ക് നല്ലൊരു ജോലി തരും. അള്ളാഹു അതിനെല്ലാം കഴിവുള്ളവനാണ്, അള്ളാഹു ഖാദിറാണ്. ആദ്യം വെട്ടുംകുത്തു റാത്തീബ് എന്നൊരു ഏർപ്പാട് ഇല്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ എവിടെ ഇതിങ്ങനത്തെ ആചാരമില്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ തെറ്റ്. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം നിങ്ങൾ വെള്ളം കൂടി അടിച്ചു കഴിഞ്ഞാലോ? നിങ്ങൾ ഈ വേഷം ഇസ്ലാമിൻ്റെ വേഷമാണ്. ഇത് തെറ്റിദ്ധരിക്കില്ല മനുഷ്യർ. തീർച്ചയായിട്ടും. ഇനിയെങ്കിലും നിങ്ങളൊന്ന് മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും മാറി. ഇതോടുകൂടി ഈ നിമിഷത്തോടെ മാറി. ഉറപ്പാണോ? ഉറപ്പ്. വല്ലാഹി സുമ്മാ വല്ലാഹി. ഇനി നിങ്ങൾ ആ വെട്ടുംകുത്ത് റാത്തീബിന് പോവോ? അത് ഉറപ്പാണോ? അത് ഉറപ്പാണ്. അത് കള്ളിൻ്റെ മുകളിലാണോ ഈ പറഞ്ഞത്? സുമ്മാ വല്ലാഹി. നമ്പർ സൂറത്ത് നമൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു നോക്കണം. ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരണപ്പെട്ടവരെ നിനക്ക് കേൾപ്പിക്കുവാനാകില്ല. എത്ര കൃത്യം. പിന്നെ ഈ ജാറങ്ങൾ കെട്ടി അവിടെ പോയി വിളിക്കുന്നതിലും എന്താ അതിൽ അർത്ഥമുള്ളത്? മരിച്ചു പോയില്ലേ? മരണപ്പെട്ടവരെ നിനക്ക് കേൾപ്പിക്കാനാവുകയില്ല. തീർച്ച ബദിരന്മാർ പുറംതിരിച്ച് മാറിപ്പോയാൽ അവരെ നിനക്ക് വിളി കേൾപ്പിക്കാനാവില്ല. അവരെ ഉപമിച്ചവരെ മരണപ്പെട്ടവരാണ്. അപ്പം മരണപ്പെട്ടവർ ഒരിക്കലും കേൾക്കില്ല, അവർ മരിച്ചു പോയില്ലേ? അന്ധന്മാരെ അവരുടെ ദുർമാർഗത്തിൽ നിന്ന് നേർവഴിക്ക് കൊണ്ടുവരാനും എനിക്ക് കഴിയില്ല, പറഞ്ഞു കൊടുക്കാനേ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് മാറുക. ഇനി ഫാത്തിറിൽ നോക്ക്. സൂറത്ത് ഫാത്തിർ, യാസീൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത്. وما يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور وما يستوي الأعمى والبصير. അന്ധനും കാഴ്ചയുള്ളവനും സമമാകുകയില്ല, ഇരുളും വെളിച്ചവും സമമാകുകയില്ല, തണലും വെയിലും സമമാകുകയില്ല. ഇനി അള്ളാഹു പറയുന്നു, വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും സമമാകുകയില്ല. തീർച്ചയായും ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു. ഖബറുള്ളവരാവട്ടെ, വയറ്റിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞാകട്ടെ, അള്ളാഹു കേൾപ്പിക്കും. അള്ളാഹു ഖാദിറാണ്, അള്ളാഹു സൃഷ്ടാവാണ്. ഇനി വമാ അൻത ബിമുസ്ബിഹിൻ മൻ ഫിൽ ഖുബൂർ, നിനക്ക് ഖബറുകളിലുള്ളവരെ, മരിച്ചുപോയ ഖബറുകളിലുള്ളവരെ, ജാറത്തിലുള്ളവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ കഥ? ഈ ജാറങ്ങൾ കെട്ടി അവിടെ പോയി ഭീമാപള്ളിയിലും മറ്റ് അജ്മീറിലും എത്രയോ ജാറങ്ങൾ ഉണ്ടാക്കി അവിടെ വിളിക്കുന്നതിൽ എന്താ അർത്ഥം? ഖുർആനിൽ അല്ലാഹ് പറയുന്നവരെ കേൾപ്പിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസ് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വസിയത്താണിത്. വസിയത്താണ്. ഒരു വാപ്പ മകന് വസിയത്ത് കൊടുത്താൽ അതിൻ്റെ വാല്യൂ എന്താ? അപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസിയത്തോ? ഉയർന്നു നിൽക്കുന്ന ഒരു ഖബറും നീ തട്ടി നിരപ്പാക്കാതെ ഉപേക്ഷിക്കരുത്. സ്വഹീഹ് മുസ്ലിമിലെ 969 നമ്പർ ഹദീസ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ജാറങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് അവിടെ പോയി കച്ചവടം ചെയ്യുന്നത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? പിശാച് മനുഷ്യൻ അവിടെ പോയി പാപ്പ രക്ഷിക്കണേ, ഭീമാപള്ളിയിലെ ബീവി രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മനുഷ്യൻ്റെ കഥ. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തന്നോട് പങ്കു ചേർക്കുക എന്ന് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കില്ല. തൗബ ചെയ്ത് മടങ്ങുക, ഈ കച്ചവടങ്ങൾ നിർത്തുക, ഈ